ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ അല്ല എടുത്തിട്ടുള്ളത്. ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിക്ക് റീഫൈൻഡ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം. ഈ 2 ഓയിലാണ് വെളിച്ചെണ്ണയേക്കാളും കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം അതിലേതെങ്കിലും ഒരു ഓയിൽ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളകിൻ്റെ എണ്ണം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 6-7 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ സൈസുള്ള ആയതുകൊണ്ടാണ് 7 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതിയാവും. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ വെളുത്തുള്ളി ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഈ ചമ്മന്തിയിൽ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഞാൻ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്ലൈസസ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. പച്ചമണം മാറിയിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ചമ്മന്തിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിന് പകരമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര മുളക് പൊടിയാണോ വേണ്ടത് വെച്ചാൽ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തക്കാളി നല്ല പുളിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1 തക്കാളി എടുത്തിട്ടുള്ളത്. പുളി കുറഞ്ഞ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് കടുകും കറിവേപ്പിലയും താളിച്ചതും ചേർത്ത് കൊടുക്കാം. ഈ കടുകും കറിവേപ്പിലയും ചേർക്കുന്നത് അത്ര നിർബന്ധമുള്ളതൊന്നുമല്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെ കൂടിയും ഇഡ്ഡലിയുടെ കൂടിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്